ഇത് റേഡിയോ ജൻവാണി 90.8 മെഗാഹെർട്സ് മലയാളത്തിന്റെ മധുര തരംഗം. അഞ്ചൽപ്പെട്ടി. ശ്രോതാക്കളുടെ പ്രതികരണങ്ങളും മറുമൊഴിയും. പ്രിയപ്പെട്ട എല്ലാ ശ്രോതാക്കൾക്കും ഈ ആഴ്ചയിലെ അഞ്ചൽപ്പെട്ടിയിലേക്ക് സ്വാഗതം. എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഇന്നത്തെ അഞ്ചൽപ്പെട്ടിയിലേക്ക് സ്വാഗതം. ഈ ആഴ്ചയിലെ അഞ്ചൽപ്പെട്ടിയാണ്. നമുക്ക് ഈ ആഴ്ചയിൽ ഒരുപാട് കത്തുകളും മെസ്സേജുകളും വന്നിട്ടുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. അതെ, വാട്സപ്പിൽ കുറച്ച് മെസ്സേജസ് ഒക്കെ കാണുന്നുണ്ട്. വായിച്ചു തുടങ്ങാം. കഴിഞ്ഞ ആഴ്ച പ്രക്ഷേപണം ചെയ്ത പരിപാടികളെ കുറിച്ചാണല്ലോ നമ്മൾ ഈ ആഴ്ച അഭിപ്രായങ്ങൾ വായിക്കുന്നത്. അതെ, തീർച്ചയായും. ഹായ് ജൻവാണി, അഞ്ചൽപ്പെട്ടിയിലേക്ക്. ഞങ്ങൾ ജൻവാണിയുടെ പുതിയ ശ്രോതാക്കളാണ്. ആദ്യമായാണ് എഴുതുന്നത്. എന്നും രാവിലെ 9 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന വാട്സപ്പ് ഗാനങ്ങൾ ഞങ്ങൾക്ക് വളരെ ഇഷ്ടമാണ്. പൂക്കൾ, അമ്മ, കാവ് എന്നീ വിഷയങ്ങളുമായി ബന്ധപ്പെടുത്തി അവതരിപ്പിച്ച ആ പരിപാടി വളരെ ഇഷ്ടമായി. ആ പരിപാടി അവതരിപ്പിക്കുന്ന ആർജെക്കും ജൻവാണി റേഡിയോവിനും 1000 അഭിനന്ദനങ്ങൾ. സന്ദേശം അയച്ചത് മട്ടന്നൂർ എളമ്പാറയിൽ നിന്ന് സുജാത മേറ്റടി, കൂടെ KP ജാനകി, പരിപ്പായി. മട്ടന്നൂരിലും പരിപ്പായിലും ഉള്ള 2 പുതിയ ശ്രോതാക്കളാണ് വാട്സാപ്പ് സന്ദേശം അയച്ചിരിക്കുന്നത്. അവർ വാട്സാപ്പ് ആശംസാ ഗാനങ്ങൾ പുതിയതായി കേൾക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വിഷയങ്ങൾ എടുത്ത് നമ്മൾ ഈ പരിപാടി ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഏതാണ്ട് 1 മാസമായി കഴിഞ്ഞു. വ്യത്യസ്ത വിഷയങ്ങൾ നമ്മൾ ഈ പരിപാടിയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ശ്രോതാക്കൾക്ക് ആ വിഷയങ്ങളെല്ലാം ഇഷ്ടപ്പെടുന്നു എന്നറിയുന്നതിൽ വളരെ സന്തോഷം. അടുത്ത സന്ദേശത്തിലേക്ക് പോകാം. ഞാൻ വായിക്കാം. അഞ്ചൽപ്പെട്ടി. 40-50കളിൽ ബോളിവുഡിൽ നിറഞ്ഞു നിന്ന ഒന്നാം തര ഗായികയായിരുന്നു ഷംഷദ് ബീഗം. ലതാ മങ്കേഷ്കറുടെ വരവോടെ അവസരങ്ങളിൽ കുറവ് സംഭവിച്ചിരുന്നെങ്കിലും അവർ ശ്രോതാക്കളിൽ സൃഷ്ടിച്ച സ്വാധീനത്തിന് തെല്ലും മങ്ങലേൽക്കുകയുണ്ടായില്ല. പിന്നീട് വന്ന ഗീതാ ദത്ത്, ആശാ ഭോസ്ലെ ഷംഷദ് ബീഗത്തിൻ്റെ അനുകരണങ്ങളാണെന്ന് പറഞ്ഞാൽ നിഷേധിക്കാനാവില്ല. ഷംഷദ് ബീഗം ജീവൻ നൽകിയ ഗാനങ്ങളും അവയുമായി ബന്ധപ്പെട്ട വിശേഷങ്ങളുമായിരുന്നു 12-ാം തീയതി രജനീഗന്ധി സ്പെഷ്യൽ എഡിഷന് ആധാരം. കിഷോർ കുമാറിനെ ഇഷ്ടപ്പെടാൻ തുടങ്ങുന്നത് ഘർലെ ഫിർ വഹി രാത് ഹേ എന്ന ഗാനത്തിലൂടെയായിരുന്നു. ഘർലെ മറ്റ് ഗാനങ്ങളും RD ബർമനും കിഷോർ കുമാറും കൂടി ഗംഭീരമാക്കിയിരുന്നു. ഇതിലെ ഗാനങ്ങൾ കേൾക്കാൻ മാത്രം ചിത്രം പലവട്ടം കാണുകയുണ്ടായി. 15-ാം തീയതിയിലെ രജനീഗന്ധിയിൽ കേട്ടതാണ് ഈ മനോഹര ഗാനം. MGRന്റെ കാലത്ത് തമിഴ് സിനിമയിൽ നിറഞ്ഞു നിന്ന സംഗീതജ്ഞനായിരുന്നു KV മഹാദേവൻ. ശങ്കരാഭരണത്തിലെ ഗാനങ്ങൾ അദ്ദേഹത്തെ വീണ്ടും പ്രശസ്തിയുടെ കൊടുമുടിയിൽ എത്തിക്കുകയുണ്ടായി. മലയാളത്തിലും അദ്ദേഹം സൃഷ്ടിച്ച ഗാനങ്ങളും ശ്രോതാക്കൾ ഇരുകൈയും നീട്ടി സ്വീകരിച്ചു. ഈ അനശ്വര പ്രതിഭ തയ്യാറാക്കിയ ഗാനങ്ങളായിരുന്നു 15-ാം തീയതിയിലെ ഗാനമഞ്ജരിയിൽ ഉൾപ്പെടുത്തിയിരുന്നത്. ഇതിലെ ശരരാന്തൽ തിരിതാണു മുകിലിൻ കുടിലിൽ മലയാളിക്ക് മറക്കാൻ കഴിയാത്ത ഗാനങ്ങളിലൊന്നാണ്. ഈ മെസ്സേജ് അയച്ചിരിക്കുന്നത് ശ്രീധരൻ അവണൂർ, നമ്മുടെ സ്ഥിരം ശ്രോതാവ് തന്നെയാണ്. അടുത്ത സന്ദേശം വായിക്കാം. അടുത്ത സന്ദേശം. ഹായ് ജൻവാണി, ജൂൺ 16-ാം തീയതി രാവിലെ 9 മണിക്ക് വാട്സപ്പ് ആശംസാ ഗാനത്തിൽ സംഗീതം എന്ന വിഷയവുമായി വന്ന ആ പരിപാടി വളരെയേറെ ഇഷ്ടമായി. അതെ, സംഗീതം നമുക്ക് കിട്ടിയ വരദാനമാണ്. ഒത്തിരി പേർ സംഗീതം എന്ന സാഗരത്തിൽ ലയിച്ചുകൊണ്ടാണ് ഓരോ ദിനവും കഴിഞ്ഞു പോകുന്നത്. മുറിവേറ്റ മനസ്സിനെ സ്വാന്തനിപ്പിക്കാൻ സംഗീതത്തിന് കഴിയും. ആ പരിപാടി അവതരിപ്പിച്ച അവതാരകയ്ക്ക് 1000 അഭിനന്ദനങ്ങൾ. ഒപ്പം ജൻവാണി റേഡിയോവിന് സന്ദേശം അയച്ചത് മട്ടന്നൂരിൽ നിന്നും സുജാത, KP ജാനകി, പരിപ്പായി. സംഗീതം പ്രമേയമായി വന്ന ആ വാട്സപ്പ് ആശംസാ ഗാനങ്ങൾ ഇഷ്ടമായി എന്നാണ് 2 ശ്രോതാക്കളും അറിയിച്ചിരിക്കുന്നത്. ഏതായാലും ഈ വരുന്ന ജൂൺ 21 ലോക സംഗീത ദിനമാണല്ലോ. ആ ദിവസം നമുക്ക് സംഗീതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും പരിപാടികൾ ചെയ്യാൻ കഴിയുമോ എന്ന് പ്ലാൻ ചെയ്യാം. സംഗീതത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനും അമേച്വർ പ്രൊഫഷണൽ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും സംഗീതം ആസ്വദിക്കാനും പങ്കിടാനുമുള്ള വേദിയാണ് ഈ സംഗീത ദിനം. നമ്മൾ ഈ സംഗീത ദിനത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ലിസണേഴ്സിന് പാടാനുള്ള ഒരു അവസരം എനിക്കും പാടാം എന്ന ഒരു പ്രോഗ്രാം അടുത്ത് തന്നെ ആരംഭിക്കുന്നുണ്ട്. അതിൻ്റെ റെക്കോർഡിംഗ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ പ്രൊമോ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ശ്രോതാക്കൾക്ക് അതിൽ പങ്കെടുക്കാം. പങ്കെടുക്കേണ്ട നമ്പറൊക്കെ ആ പ്രൊമോയിൽ പറയുന്നുണ്ട്. ജൻവാണി സ്ഥിരമായി കേൾക്കുക എന്നുള്ളതാണ് പുതിയ ശ്രോതാക്കളോടും പഴയ ശ്രോതാക്കളോടും പറയാനുള്ളത്. നമുക്ക് വാട്സപ്പ് സന്ദേശങ്ങൾ തുടർന്ന് വായിക്കാം. ഹായ് ജൻവാണി, ഞാൻ ആദ്യമായാണ് ഉച്ചപ്പാട്ട് കേൾക്കുന്നത്. ജൂൺ 17-ന് ഹൃദയം എന്ന വിഷയവുമായി വിനോദ് പാനൂർ അവതരിപ്പിച്ച പരിപാടി വളരെ ഇഷ്ടമായി. അദ്ദേഹത്തിൻ്റെ അവതരണവും തിരഞ്ഞെടുത്ത ഗാനങ്ങളും വളരെ നന്നായി. അതിൽ ഹൃദയം ദേവാലയം, ഹൃദയം ഒരു വീണയായി എന്നീ ഗാനങ്ങൾ എനിക്ക് പ്രിയപ്പെട്ടതാണ്. ആ പരിപാടി അവതരിപ്പിച്ച വിനോദ് പാനൂർ അദ്ദേഹത്തിന് 1000 അഭിനന്ദനങ്ങൾ. ഒപ്പം റേഡിയോ ജൻവാണിക്കും. സന്ദേശം അയച്ചത് മട്ടന്നൂർ എളമ്പാറയിൽ നിന്ന് സുജാത ആ പരിപാടി ഇഷ്ടപ്പെട്ടു എന്നറിയിച്ചതിൽ വളരെ സന്തോഷം. കാരണം നമ്മൾ 1-2 പരീക്ഷണങ്ങളാണ് ഉച്ചപ്പാട്ടിൽ. ചില വിഷയങ്ങൾക്ക് അനുയോജ്യമായ ഗാനങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ അത് തന്നെ കൊടുക്കുന്നുണ്ട്. ചില വിഷയങ്ങൾക്ക് അനുയോജ്യമായ ഗാനങ്ങൾ ഉണ്ടാവില്ല.
അപ്പോൾ അതൊരു പരീക്ഷണമായിരുന്നു, അത് ഇഷ്ടപ്പെട്ടു എന്നറിയുന്നതിൽ സന്തോഷം. ഏതായാലും വിനോദ് പാനൂരിനോട് ഈ സന്തോഷം ഞങ്ങളും പങ്കുവയ്ക്കുന്നു. അദ്ദേഹത്തെ ഇത് അറിയിക്കാം. അടുത്ത സന്ദേശം വായിക്കാം. ജൂൺ 17 രാവിലെ 9 മണിക്ക് പ്രക്ഷേപണം ചെയ്ത ആശംസാ ഗാനങ്ങൾ ശ്രദ്ധിച്ചു. റോഡ് സുരക്ഷയുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങളും മുൻകരുതലുകളും വിശദമാക്കിയുള്ള അവതാരകയുടെ ആഖ്യാനം മികച്ചതായി. ജൂൺ 14 ഉച്ചയ്ക്ക് 1 മണിക്ക് പ്രക്ഷേപണം ചെയ്ത ഒറിജിനൽ ട്രാക്കിലെ ഗാനങ്ങൾ എല്ലാം തന്നെ മനോഹരമായി. കേൾക്കാത്ത ചില ഗാനങ്ങൾ കൂടി ഇതിലൂടെ കേൾക്കാൻ സാധിച്ചു. അഭിനന്ദനങ്ങൾ എന്ന് എഴുതിയിരിക്കുന്നു അഭിലാഷ് KP പരിപ്പായി. അഭിലാഷ് KPയുടെ അഭിപ്രായം ശിരസാവഹിക്കുന്നു. നമുക്ക് ഈ റോഡ് സുരക്ഷയുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങളും മുൻകരുതലുകളൊക്കെ പറഞ്ഞല്ലോ, അതുപോലെ സാമൂഹ്യ പ്രാധാന്യമുള്ള വിഷയങ്ങൾ പ്രക്ഷേപണം ചെയ്യാൻ ഓപ്പൺ സ്പേസ് പോലുള്ള പരിപാടികൾ ഉണ്ടെങ്കിലും ഈ ചലച്ചിത്ര ഗാന പരിപാടികൾക്കിടയിൽ ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ കൂടുതൽ ആളുകൾ അത് ശ്രദ്ധിക്കുകയും അത് മനസ്സിലാക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുമെന്ന പ്രതീക്ഷയിലാണ് നമ്മൾ ഇത്തരം വിഷയങ്ങളും കൂടി, ഈ രാവിലത്തെ പ്രോഗ്രാം ആയതുകൊണ്ടാണ് അങ്ങനെയുള്ള വിഷയങ്ങൾ നമ്മൾ സെലക്ട് ചെയ്യുന്നത്. പിന്നെ ആ ഒരാഴ്ച ഒരുപാട് റോഡ് അപകടങ്ങൾ വാർത്തകളിലൂടെ നമ്മൾ കേട്ടിരുന്നു. നമുക്ക് അടുത്ത സന്ദേശത്തിലേക്ക് പോകാം. ഞാൻ വായിക്കാം. ഇന്ന് 17/6/26 അന്ന് അയച്ച സന്ദേശമാണ്. ഇന്ന് ഗാനമഞ്ചരിയിൽ പ്രക്ഷേപണം ചെയ്ത മനോരഥം എന്ന ചിത്രത്തിലെ ഗാനങ്ങളെല്ലാം മനോഹരമായിരുന്നു. തുടർന്ന് വാർത്തകൾക്ക് ശേഷം പ്രക്ഷേപണം ചെയ്ത ലളിത ഗാനങ്ങളിൽ നിളാനദി, രാഗകോകിലെ ഈ 2 പാട്ടുകളും ഇഷ്ടപ്പെട്ടു. ഈ സന്ദേശം അയച്ചിരിക്കുന്നത് നമ്മുടെ സ്ഥിരം ശ്രോതാവ് തന്നെയാണ്, പ്രേമൻ കൂത്തുപറമ്പ്. അടുത്ത സന്ദേശം വായിക്കാം. ജൻവാണി പ്രക്ഷേപണം ചെയ്ത സാംസ്കാരിക ലോകം മുഖാമുഖം പരിപാടിയിൽ ശ്രീ പ്രവീൺ കുമാർ, ശ്രീ വിനീത് കുമാർ എന്നിവരുമായുള്ള അഭിമുഖത്തിൽ ഹോം റേഡിയോ എന്താണെന്നും അത് ആരൊക്കെ ഉപയോഗിച്ചിരുന്നു എന്നും അറിയാൻ കഴിഞ്ഞു. ഹോം റേഡിയോ എന്താണെന്ന് എനിക്ക് ഇതുവരെയും അറിയില്ലായിരുന്നു. ഈ അറിവ് ജൻവാണിയിലൂടെ കിട്ടിയതിൽ വളരെ സന്തോഷം തോന്നി. അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു എന്ന് ദീപ കൂത്തുപറമ്പ് എഴുതിയിട്ടുണ്ട്. ദീപയും നമ്മുടെ സ്ഥിരം ശ്രോതാക്കളിൽ ഒരാൾ തന്നെയാണ്. അറിവുകൾ കിട്ടിയതിൽ സന്തോഷം. ഒപ്പം തന്നെ ഇത്തരം അറിവുകൾ പുതിയ ശ്രോതാക്കളിലേക്ക് അല്ലെങ്കിൽ മറ്റുള്ളവരിലേക്ക് പകരുമ്പോൾ കൂടിയാണ് ഇതിൻ്റെ ഒരു ഇത്തരത്തിലുള്ള ഒരു കമ്മ്യൂണിറ്റി റേഡിയോയുടെ പ്രവർത്തനം അതിൻ്റെ സാർത്ഥകതയിലേക്ക് പോകുന്നത്. തീർച്ചയായിട്ടും ദീപയെ പോലുള്ള ആളുകൾ ഈ റേഡിയോയെക്കുറിച്ച് മറ്റുള്ളവർക്കും കൂടി പറഞ്ഞു കൊടുക്കുക. കേൾക്കാൻ കഴിയാത്ത ആളുകൾക്ക് യൂട്യൂബിൽ ആ പ്രോഗ്രാം ഉണ്ട്, കേൾക്കാം. അടുത്ത സന്ദേശം വായിക്കാം. 17/6/2026 തന്നെ പ്രേമൻ കൂത്തുപറമ്പ് അയച്ച മറ്റൊരു സന്ദേശം ആണ് വായിക്കുന്നത്. ഇന്നത്തെ ഉച്ചപ്പാട്ട് ഹൃദയം എന്ന പദം വരുന്ന ഗാനങ്ങളും നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്. പാട്ടിടവേളകളിൽ ഹൃദയത്തെക്കുറിച്ചുള്ള പരാമർശങ്ങളും നന്നായിട്ടുണ്ട്. RJ മിസ്റ്റർ വിനോദ് പാനൂരിന് അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. കൂടാതെ സുവർണ സ്മൃതികൾ ഇന്ന് പ്രക്ഷേപണം ചെയ്ത, അതായത് 17-ാം തീയതി പ്രക്ഷേപണം ചെയ്ത യേശുദാസ് ആലപിച്ച ഗാനങ്ങളും വളരെ നല്ലതായിരുന്നു. ഏതായാലും സുവർണ സ്മൃതികളിൽ പുതിയ ശ്രോതാക്കൾ വരുന്നുണ്ട് നമുക്ക്. അതുപോലെ പഴയ പാട്ടുകളുടെ ഒരു ശേഖരം തന്നെ ജന്മാണിക്കുണ്ട്. പലപ്പോഴും നമ്മുടെ ശ്രോതാക്കൾ പറയുന്നതും അതാണ്, പഴയ പാട്ടുകളുടെ ഒരു വലിയ ശേഖരം നമുക്കുണ്ട്. ഇനിയും ഒരുപാട് പാട്ടുകൾ നമുക്ക് പ്രക്ഷേപണം ചെയ്യാനുണ്ട്. സമയം പോലെ അതൊക്കെ ഷെഡ്യൂൾ ചെയ്ത് നമുക്ക് പ്രക്ഷേപണം ചെയ്യാവുന്നതാണ്. ഏതായാലും പ്രേമൻ്റെ അഭിപ്രായത്തിന് നന്ദി. അടുത്ത കത്ത് 18-ാം തീയതി പ്രേമൻ കൂത്തുപറമ്പ് എഴുതിയതാണ്. 18-ാം തീയതി പ്രക്ഷേപണം ചെയ്ത ചായം എന്ന ചിത്രത്തിലെ ഗാനങ്ങൾ ഇഷ്ടമായി എന്ന് അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. ഏത് പ്രോഗ്രാമാണെന്ന് പറഞ്ഞില്ല. ചിലപ്പോൾ ഗാനമഞ്ചേരി ആയിരിക്കാം അല്ലേ? ഒരു ചിത്രത്തിലെ ഗാനങ്ങൾ നമ്മൾ കൊടുക്കുന്നത് ഗാനമഞ്ചേരിയിലാണല്ലോ, അതായിരിക്കാം. ഇനി അടുത്ത തവണ സന്ദേശങ്ങളും കത്തുകളൊക്കെ അയക്കുമ്പോൾ ഏത് പ്രോഗ്രാമിനെ കുറിച്ചാണ് എന്ന് വ്യക്തമായിട്ട് അതിനകത്ത് സൂചിപ്പിച്ചാൽ സന്തോഷം. ഈ ആഴ്ച മറ്റ് കത്തുകളൊന്നും നമുക്ക് ലഭ്യമായിട്ടില്ല, വാട്സപ്പ് സന്ദേശങ്ങൾ മാത്രമായിരുന്നു. ഇനിയും നമുക്ക് ആ കയ്യക്ഷരത്തിലുള്ള കത്തുകൾ നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഈ വിലാസം പറയാം. അഞ്ചൽപ്പെട്ടി കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ ജൻവാണി 90.8 FM പാനൂർ 670-692. ഇനി വാട്സപ്പ് നമ്പർ കൂടി പറയാം. 833-0808-904. വല്ലാതെ വേഗത്തിലാകുന്നു എന്ന് ശ്രോതാക്കൾ കംപ്ലൈൻറ്റ് പറയാറുണ്ട്. അതുകൊണ്ട് ഒരിക്കൽ കൂടി നമ്പർ പറയാം. 833-0808-904. ഏതായാലും നമുക്ക് ഇനി അടുത്ത ആഴ്ച കേട്ടുമുട്ടാം. കണ്ടുമുട്ടുന്നില്ലല്ലോ, കേട്ടുമുട്ടാം. അഞ്ചൽപ്പെട്ടി സമാപിച്ചു.